ഒരു കുമ്പിൽ പൈമ്പാലി കുറുമ്പന്നു വേണ്ടു, ഒരു കുഞ്ഞിക്കുറിമുണ്ടേ തുടയ്ക്കാനും വേണ്ടു. അമ്മയുടെ പൊന്നിന് നല്ല പാട്ടൊക്കെ പാടി തന്നെ ഒന്നുണ്ടടാ. പക്ഷെ കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പാടാൻ പറ്റുന്നില്ല. എന്റെ ദൈവമേ, കുഞ്ഞിനൊരു നല്ല താരാട്ട് പാട്ട് പോലും പാടിക്കൊടുക്കാൻ പറ്റണില്ല. അമ്മയുടെ പൊന്നേ, അമ്മയുടെ മുത്തേ. അച്ചോടാ, അമ്മയുടെ മോൻ കരയണ്ടേട്ടാ. അമ്മയുടെ മോനെ നോക്കാൻ വേണ്ടി ഒരു കെയർടേക്കർ വേണമെന്ന് പറഞ്ഞ അമ്മ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ വരും കേട്ടാ. 4 മാസമായി പരസ്യം കൊടുത്തിട്ട് ഇതുവരെ ഒരാൾ ഈ വഴി വന്നിട്ടില്ല. അയ്യോ, പിള്ളേരെ പിടുത്തക്കാരി വന്ന്. പോയ ദൈവമേ, ബംഗാളിയൊക്കെയുള്ള കയറി വന്നത്. ഞാൻ കൊച്ചിനെ നോക്കാൻ വേണ്ടി വന്നതാ. തന്റെ കൊച്ചിനെ നോക്കാൻ തന്റെ വീട്ടിൽ പോയി നോക്കാം, അല്ലാണ്ട് എന്റെ വീട്ടിലല്ല വന്ന് നോക്കേണ്ടത്. എന്റെ കൊച്ചിനെ നോക്കാനല്ല, ഈ കൊച്ചിനെ നോക്കാൻ വേണ്ടി വന്ന ആളെ ഞാൻ. കൊച്ചാവോ? കൊച്ചായില്ലെങ്കിൽ ആശുപത്രി പോയി പറ, അവര് ശരിയാക്കി തരും. അതല്ല ഞാൻ പറഞ്ഞത്. എന്റെ പേര് കൊച്ചാവോ. ആയാണ് ആയ. കെയർടേക്കർ ആണല്ലേ? കേട്ടെഴുത്തോ? അല്ല, കെയർടേക്കർ അല്ലേ? അതെ കെയർടേക്കർ ആണ്. ഞാൻ പരസ്യം കൊടുത്തത് ഫീമെയിൽ വേണമെന്നുള്ള. അതുകൊണ്ടാണ് ഈ ഇമെയിൽ വന്നത്. ഇമെയിലാ? അതല്ലെന്ന്, ഈ ഫ്രീ മെയിൽ വന്നത്. ഇമെയിലാ? അതായത് വീട്ടിൽ ഒരു ജോലി ഇല്ലാണ്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു മെയിലാണ് ഞാൻ. അപ്പോഴാണ് ഞാൻ അത് കണ്ടതും ഇങ്ങോട്ട് വന്നത്. മനസ്സിലായോ? കുട്ടി എന്ത് ചെയ്യുന്നു? കുഞ്ഞെ 6 മാസമായി കുഞ്ഞാ വാർക്കപ്പണിക്ക് പോകുന്നു. ആ കുട്ടിയല്ല, ഈ കുട്ടി എന്ത് ചെയ്യുന്നു? ഈ കുട്ടി ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ് കുട്ടിയെ നോക്കി റെസ്റ്റ് എടുക്കുന്നു. ടൈം റെസ്റ്റ് ആണല്ലേ? അതെന്താ അങ്ങനത്തെ ഒരു ആക്ഷൻ ഇട്ടത്? ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി വന്ന് തോന്നിയ ദിവസം കാണിക്കണം. തനിക്ക് എന്തും കാണിക്കുന്നതാണ് തന്റെ വിചാരം. പെണ്ണുങ്ങളെ കാണുമ്പോ തന്നെ ഇളകിക്കോളും ഓരോന്നൊക്കെ. വൃത്തികെട്ട നിങ്ങള്. താനെന്താടും ഇങ്ങനെ കരയുന്നേ? ഞാൻ ഈ കുട്ടികളുടെ കൂടെയുള്ള ജീവിതം മൊത്തം. അപ്പൊ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഞാൻ കുട്ടികളെ പോലെ കരയും. എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഇനി വഴക്ക് പറഞ്ഞാൽ ഞാൻ ഞാനൊന്നും പറയൂല. താൻ ഈ കരച്ചിലൊന്നും നിർത്ത്. ആണേ, ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ വീട്ടില് നിങ്ങളും ഈ കുട്ടിയല്ലാണ്ട് വേറെ ആരുമില്ലേ? എന്റെ ഭർത്താവ് സ്റ്റേറ്റ്സിലാണ്. പുള്ളി എന്താ ചോക്കാണോ? അല്ല, സ്ലേറ്റിലാണെന്ന് പറഞ്ഞു. എന്റെ ഭർത്താവ് പുറത്താണെന്ന്. എന്റെ പുറത്തൊന്നല്ല, വിദേശത്താണ്. അവിടെയാണ് പറഞ്ഞത്. താൻ ഇതിനു മുമ്പ് എവിടെ നിന്നത്? ഞാൻ അവിടെ നിന്നത്. ഇതെങ്ങനെ സാധിക്കണം? ഞാൻ പറഞ്ഞ ഞാൻ ആദ്യം ഇവിടെ നിന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ നടത്തും. എല്ലാവരും കൊണ്ട് സാധിക്കും. ദൈവമേ, താൻ ഡ്യൂട്ടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് 3-4 കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് പറയൂ, ഞാൻ എഴുതിയെടുക്കാം. 3 നേരം പാല് കൊടുക്കണം കുഞ്ഞിന്. ഞാൻ സിന്ധി പശുവല്ല. പാല് കൊടുത്തേക്കാം. പിന്നെ എണ്ണ തേച്ച് കുളിപ്പിക്കണം. അത് എഴുതണ്ടല്ലോ, കാണിച്ചാ പോരെ? എന്താണ് കാണിക്കണേ? തന്നെ തേച്ച് കുളിപ്പിക്കണം. എണ്ണ തേച്ച് കുളിപ്പിക്കണമെന്നല്ല, കൊച്ചിനെ എണ്ണ തേച്ച് കുളിപ്പിക്കണം. എണ്ണ തേച്ച് കുളിപ്പിക്കാം. പിന്നെ കുറുക്ക് കൊടുക്കണം. അത് മസ്റ്റാ. എന്റെ അടുത്ത് നിന്ന് കുറുകാനല്ല, കൊച്ചിന് കുറുക്ക് കൊടുക്കണോന്ന്. ഇറങ്ങി പോകാവോ? മറ്റൊരു സമനില തെറ്റിക്കും. അയ്യോടാ, അമ്മടെ പൊന്നി ഇച്ചിച്ച് മുള്ളിയാടാ കുഞ്ഞാ. കൊച്ചു കുട്ടിയല്ല, അതാണ് ഇച്ചിരി മുള്ളണം. ഞാനൊക്കെ ആവണം. കൊച്ചു നിക്കറിട്ടില്ലല്ലോ. എന്റെ അച്ഛനെ പോലെ തന്നെ അവൻ. അച്ഛൻ നിക്കറിടാറില്ലേ? ഈടോ, വികൃതി കാര്യം പറഞ്ഞതാടോ. ആണോ? അല്ല, ഈ കൊച്ചിന്റെ പേരെന്താണ്? പേരിട്ടിട്ടില്ലടോ. എന്താ പേരിടാത്തത്? നല്ല പേരൊന്നും കിട്ടില്ല, അതാണ്. ഞാനൊക്കെ ഉണ്ടല്ല, ഞാൻ പോയി നിൽക്കണ എല്ലാ വീട്ടിലും കുട്ടികൾക്ക് ഞാനാ പേരിട്ടത്. മരം കാണിച്ച ഞാൻ ഇപ്പൊ കുറുക്കിത്തരാം. പിന്നെ ഞാൻ പേരിടൂലേ, നല്ല നല്ല പേരുകൾ ഞാൻ ഇടാറുണ്ട്. എന്റെ കുഞ്ഞിന് നല്ല പേരിടോ. കുഞ്ഞിന് നല്ല പേരോ? ഒരു മിനിറ്റ് നോക്കിയെടുക്കേ. ടിക്കിരി ടിക്കാ, ടിക്കിരി ടിക്കാ. നല്ല പേര്. അമ്മന്റെ ടിക്കിരി ടിക്കാ. എന്റെ കൊച്ചിന്റെ പേര് കേട്ടാ ടിക്കിരി ടിക്കാ. നോബിച്ചേട്ടാ എന്റെ കൊച്ചിന്റെ പേര് കേട്ടാ ടിക്കിരി ടിക്കാ. നോബിച്ചേട്ടനെ ടിക്കിരി ടിക്കാന്ന് പേര് കേട്ടപ്പോ കൊതിയായി. ഞാൻ ടിക്കിരി ടിക്കാന്നാ പറഞ്ഞ, അല്ലാണ്ട് ചിക്കൻ ടിക്കാന്നല്ല പറഞ്ഞത്. എന്റെ കൊച്ച, ഞാൻ ഈ കൊച്ചിന്റെ അടുത്ത് താലോലിച്ചാണ് ടിക്കിരി ടിക്കാന്നും പറഞ്ഞു. അതിനാണ് ഇങ്ങനെ കിടന്നത്. പേരല്ലത്. ആരെങ്കിലും കൊച്ചുങ്ങൾക്ക് ടിക്കിരി ടിക്കാന്ന് പേരിടുവോ? അല്ല, നല്ല പേരായിരുന്നട്ടാ, കൊള്ളായിരുന്നു. എനിക്ക് ഇതുപോലത്തെ വെറൈറ്റി പേരിടണമെന്നാണ് ആഗ്രഹം. തന്റെ സങ്കല്പങ്ങളിൽ എങ്ങനെയുള്ള പേരാണ് താൻ ആഗ്രഹിക്കുന്നത്? അതെ, എന്റെ ചേട്ടന്റെ പേര് ബിജു എന്നാണ്. എന്റെ ചേച്ചിയുടെ പേര് കിങ്ങിണിന്നാ. അവര് കൊച്ചിന്റെ പേരിട്ടങ്ങനെ 2 പേരുടെയും പേര് മാച്ച് ചെയ്തിട്ടാണ്. ആ പേര് എനിക്ക് മനസ്സിലായി എന്താന്നുള്ളത്. എന്താണ്? ചേട്ടന്റെ പേര് ബിജു, ചേച്ചിയുടെ പേര് കിങ്ങിണി. ബിക്കിനി. ഈടോ, അങ്ങനത്തെ പേരൊന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ പേരെന്ന് പറഞ്ഞാലേ നല്ല ഉറപ്പുള്ള പേരായിരിക്കണം. ഒരു വെട്ടിക്കെട്ട് പേര് ഞാൻ പറയട്ടെ. തൊഴിലുറപ്പ്. നല്ല ഉറപ്പുണ്ടോ? മാസം വേണോ? താൻ പോയേ. ഞാൻ എന്റെ ചേട്ടനായിട്ട് ഒന്നിച്ചൊരു പേരിട്ടോളാം. ഓരോന്നൊക്കെ വന്നോളൂ. അല്ലടോ, വന്നപ്പോ ചോദിക്കണോ എന്താണ് തലയിലിരിക്കണേ? ഇത് ക്യാമറയാണ്. അതെന്തിനാ? അത് നമുക്ക് ഈ കുട്ടികളെ ഫുൾ ടൈം ശ്രദ്ധിക്കാൻ പറ്റൂലേ? അപ്പൊ കുട്ടികളെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ കൊണ്ടുവരുന്ന ടെക്നിക്കാണത്. മനസ്സിലായില്ല. അതായത് ഞാൻ ഈ ക്യാമറ കൊണ്ടിട്ട് കൊച്ചിന്റെ തലയിൽ വെക്കും. അപ്പൊ കൊച്ചു ഇവിടെ എന്ത് കാണിച്ചാലും പുറത്തിരുന്ന് എനിക്ക് കാണാൻ പറ്റും. കുതിരപ്പുറത്ത്. വീടിന്റെ പുറത്തിരുന്ന് കാണാൻ പറ്റുമെന്ന്. പക്ഷെ അതെങ്ങനെ വർക്ക് ചെയ്യപ്പാ? അതിപ്പോ ഞാൻ കാണിച്ചു തരാം.
ഈ ക്യാമറ താൻ തന്റെ അതിലേ വെക്കാം, വെച്ച് എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് തിരിഞ്ഞു നിൽക്കും. തിരിഞ്ഞിക്കണം. അപ്പൊ ഞാൻ ഇവിടെ തിരിഞ്ഞു നിൽക്കാം, എന്നിട്ട് താൻ കാണാത്തൊക്കെ എന്നെ കാണിക്കണം. എന്തോന്ന്? അയ്യ, അങ്ങനെയല്ല പറഞ്ഞത്. താൻ അവിടെ തിരിഞ്ഞ ആക്ഷൻ കാണിക്കൂ, ഞാൻ അത് പറഞ്ഞു തരാം. അങ്ങനെ വ്യക്തമായിട്ട് പറയില്ല, ആൾക്കാർ തെറ്റിദ്ധരിക്കൂലേ? പേടിച്ചോയാ? ഇതിലും വൃത്തിയാണ് ഞാൻ ഫോണിൽ കണ്ടു, എന്നിട്ട് ഞാൻ പേടിച്ചോയില്ല. ഐഡിയ ഒക്കെ കൊള്ളാട്ടെ, താനിവിടെ ഫിക്സ് ആയി. ആയോ? അങ്ങനെയാണെങ്കിലേ കുഞ്ഞിന് നല്ല ഉറക്കം വന്നിട്ട് താൻ നല്ലൊരു താരാട്ട് പാട്ട് പാടി ഉറക്ക്. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. ഇവ മൂത്രം ഒഴിച്ചിട്ട് നല്ല മണമുണ്ട്. അതെ, കുളിക്കുന്ന കൊള്ളാം. ക്യാമറ നനക്കല്ലേ? അതിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. വേണ്ട 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 വേണ്ട, തല നനക്കാണ്ടിരുന്ന തല നനക്കാണ്ടിരുന്നോ? പിടിക്കാൻ നോക്കണം, പോട് കൊടുന്നു. ടിക്കിരി ടിക്കാ പാട്ട് പാടി ഇറക്കി തരാട്ടെ മാമേ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂം പൈതലേ. ആരാടോ മകുടി ഊതണത്? ഉറക്കണ്ടേ? എടോ, എന്റെ കുഞ്ഞ് 2K കിഡാണ്. അവന് നല്ല റാപ്പ് സോങ് ഒക്കെ പാടിയാലേ നന്നായിട്ട് ഉറങ്ങുള്ളൂ. അവന് നല്ല പാട്ട് പാട്. പഴയ പാട്ട് വേണ്ട. കുളിച്ചിട്ട് വേഗം വരാം. ക്യാമറ വേണോ? വേണ്ട. റാപ്പ് പാടിയ മാത്രം റാപ്പിന്റെ മോനെ ഇന്ന പിടിച്ചോ മോമന്റെ റാപ്പ്. സിമ്പിൾ സിമ്പിൾ ഹൈ ഹൈ ഹൈ, സിമ്പിൾ സിമ്പിൾ ഹൈ ഹൈ ഹൈ, സിമ്പിൾ സിമ്പിൾ ഹൈ ഹൈ ഹൈ, സിമ്പിൾ സിമ്പിൾ ഹൈ ഹൈ ഹൈ. അത്തിമരത്തിൽ ഒതളങ്ങ, ഒതളമരത്തിൽ മത്തങ്ങ, അത്തിമരത്തിൽ ഒതളങ്ങ, ഒതളമരത്തിൽ മത്തങ്ങ. ഉറങ്ങു മോനെ കൊരങ്ങു മോറ അരുന്തു കൊച്ചെ, ഉറങ്ങു കൊച്ചെ, ഉറങ്ങു കൊച്ചെ, ഹൈ ഹൈ ഹൈ, ഉറങ്ങു കൊച്ചെ, ഉറങ്ങു കൊച്ചെ. പാല് കുടിച്ചോ? കേട്ടില്ലേ? പാല് കൊടുക്കണോ? എടോ, കൊച്ചിന്റെ പാല് താൻ കുടിക്കണോ? കൊച്ചിന് പാല് കൊടുക്കണോ? തീർന്ന്. എന്ത് പാലാ? எப்படி இருக்கடா? അല്ല, ഷജീർക്കാട് ക്യാരക്ടർ കണ്ടപ്പോ മിന്നാരത്തിലെ പപ്പു ചേട്ടനോ? അല്ല, അത് വെട്ടത്തില് ജഗതി ചേട്ടനും ഉണ്ട്. അതെ അതെ. മത്സരിച്ച് അഭിനയിക്കൂട്ടോ നിങ്ങൾ രണ്ടുപേരും. നിങ്ങളൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്, അത് വരെ. പക്ഷെ നിങ്ങൾ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് അഭിനയിക്കുകയാണ്. നിങ്ങളുടെ ടീമിന്റെ ആ ഒരു എഫേർട്ടാണ് എപ്പോഴും നമുക്ക് കാണാം. സോ ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ, അടിപൊളി. അപ്പൊ എന്തായാലും ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ടെൻഷൻ ടെൻഷൻ ടെൻഷൻ, കമോൺ. കരനിറയെ പണമൊഴുകണ കടി, പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി, ധൃതതുണ്ടന താളത്തിൽ 20,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമുക്ക് അങ്ങ് ബോംബെ എന്ന പൈസ വരട്ടെ. ആ, എന്താ സൂപ്പർ, ക്രെഡിറ്റ് ആയിട്ടുണ്ട്.